എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റവ കേസരിയുടെ റെസിപ്പി നോക്കാം. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ബിൻസീസ് കിച്ചൺ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റവ കേസരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു ഫ്രൈങ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ആദ്യം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിങ്ങയും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ ഇത് ചെറുതീയിലിട്ട് ആദ്യം അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരിങ്ങയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുന്തിരിങ്ങയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ നെയ്യിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചിട്ട് നമുക്ക് റവ ഒന്ന് വറുത്തെടുക്കണം. റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുമ്പോഴാണ് ഈ ഒരു റവ കേസരിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതുപോലെ വളരെ ചെറിയ തരികളുള്ള റവയാണ് എപ്പോഴും ഈ ഒരു റവ കേസരിക്ക് ഏറ്റവും നല്ലത്. ഈ ഒരു റവ കൂടി ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ റവ വറുത്തിട്ട് നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു സമയം നമുക്കിത് ഓഫ് ചെയ്യാം. അതുപോലെ നിങ്ങൾ റവ എടുത്തിട്ട് ഒന്ന് കഴിച്ച് നോക്കണം. അപ്പോൾ നല്ല കറുമുറാന്നിരിക്കും. ആ ഒരു പരുവാകുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇതിൻ്റെ കളറൊന്നും മാറി വരരുത്. കളറൊക്കെ ഇങ്ങനെ തന്നെ വേണം. അപ്പോൾ നമ്മൾ ആ റവ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതേ പാത്രത്തിൽ തന്നെ നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ 1 കപ്പ് പാലും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ പാൽ കൂടി ചേർക്കുമ്പോൾ ഈ ഒരു കേസരിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ 2 കപ്പ് ലിക്വിഡ് പോരാ ഈ ഒരു കേസരി തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കോരി കഴിക്കുന്ന ഒരു പരുവത്തിലാണ് കേസരി വേണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ കുറച്ച് കട്ട് ചെയ്യുന്ന പരുവത്തിലാണ് വേണ്ടത്. ഇനി നമ്മളിതിലേക്ക് ഒരു 2 നുള്ള് ഓറഞ്ച് ഫുഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓറഞ്ചോ യെല്ലോയോ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ആ ഫുഡ് കളർ ഒന്ന് അലിയിച്ചെടുക്കാം. ഇനി ഈ ഒരു പാലും വെള്ളവും കൂടി നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു റവ കുറേശ്ശെ ആയിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒറ്റയടിക്കിട്ടാൽ ചിലപ്പോൾ കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറേശ്ശെ ആയിട്ടിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അപ്പോൾ എല്ലാ റവയും ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഈ ഒരു റവ നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കട്ടകളൊന്നുമില്ലാതെ നമ്മൾ ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. അപ്പോൾ പഞ്ചസാര കുറേശ്ശെയായിട്ടും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒറ്റയടിക്കങ്ങ് ചേർത്ത് കൊടുത്തു. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും മതി. അപ്പോൾ ഇത് കുറേശ്ശെയായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മളിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് അലിഞ്ഞ് വരും ഈ ഒരു പഞ്ചസാര. അപ്പോൾ ഇതുപോലെ ഒന്ന് അലിഞ്ഞ് വരും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു തവി വെച്ചിട്ട് കട്ടകളെല്ലാം ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു കേസരി നമ്മുടെ ഈ ഒരു പാത്രത്തിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ വിട്ട് വരുന്നൊരു പരുവാകുന്ന വരെ ഒന്ന് ഇളക്കാം. ഒരുപാടങ്ങ് ഹൽവ പോലെ ഇളക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പാനിൽ നിന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുണ്ടുരുണ്ട് വരണം. അതുപോലെ തന്നെ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആവാൻ വേണം. ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഇട്ടിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു റവ കേസരി നമുക്ക് കോരി കുടിക്കുന്ന ആ ഒരു പരുവത്തിലും എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഈ ഒരു റവ കേസരി ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. വളരെ പൊടിയായിട്ടുള്ള റവ വെച്ചിട്ട് ഈ ഒരു റവ കേസരി തയ്യാറാക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉള്ള ടേസ്റ്റിലും അതുപോലെ തന്നെ ടെക്സ്ചറിലും വരും. അപ്പോൾ ഇത് മുകൾ ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലൊരു ഗ്ലാസിൻ്റെ പുറം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും.
ഇത് തണുക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ മതി. ഒരുപാട് സമയമൊന്നും തണുക്കാനായിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് പ്രസ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അത്യാവശ്യം കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. സ്ക്വയറായിട്ട് കട്ട് ചെയ്യാം, റെക്റ്റാങ്കിളായിട്ടും അതുപോലെ തന്നെ ഡയമണ്ട് ഷേപ്പിലും ഒക്കെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ റെക്റ്റാങ്കിളായിട്ടും സ്ക്വയറായിട്ടുമാണ് ഇവിടെ ഈ ഒരു കേസരി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റവ കേസരിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ ഈ കറക്റ്റ് അളവ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കേസരി തയ്യാറാക്കിയെടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. കമൻസ് ഇടാതെ ഇരിക്കരുത്. കമൻസ് ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ കമൻസ് വായിക്കുന്നതും അതിന് റിപ്ലൈ തരുന്നതും എനിക്കിഷ്ടമാണ്. അപ്പോൾ എന്തായാലും കമൻസ് ഇടുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്